നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കുറേ കാലമായിട്ട് മരുന്ന് കുടിച്ചിട്ടും നോർമൽ റേഞ്ചിലേക്ക് വരുന്നില്ലെങ്കിൽ ഒരൊറ്റ തരത്തിലുള്ള ബ്ലഡ് പ്രഷറിൻ്റെ മരുന്ന് കുടിക്കുന്നതാണോ നല്ലത്, അതോ ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്ന മരുന്ന് നിങ്ങൾ കഴിക്കണോ വേണ്ടയോ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ ബ്ലഡ് പ്രഷറിൻ്റെ മെഡിസിൻസിനെ കുറിച്ചാണ്. ഉയർന്ന ബ്ലഡ് പ്രഷറുള്ള അധികം ആൾക്കാർക്കും അറിയേണ്ട ഒരു വിഷയമാണിത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന ബ്ലഡ് പ്രഷർ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ ആൾക്കാർക്കുണ്ട്. അധികം ആൾക്കാർക്കും അത് അറിയാത്തത് അവർ ഇതുവരെ ബ്ലഡ് പ്രഷർ ടെസ്റ്റ് ചെയ്ത് നോക്കാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർ ഒരു പ്രാവശ്യം ബ്ലഡ് പ്രഷർ നോക്കിയതിന് ശേഷം പിന്നീട് അത് ഓട്ടോമാറ്റിക്കലി നോർമൽ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. പിന്നീട് രണ്ടാമത് ആ ബ്ലഡ് പ്രഷർ നോക്കാൻ അവർ ശ്രമിക്കാറില്ല. ബ്ലഡ് പ്രഷർ കൂടി നിന്നാൽ ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല, പല തരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാം. ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവാം, സ്ട്രോക്ക് ഉണ്ടാവാം, കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാം, കാഴ്ച സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. ബ്ലഡ് പ്രഷർ കൂടുതലാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം തുടക്കത്തിൽ ആദ്യം ചെയ്യേണ്ടത് ലൈഫ് സ്റ്റൈൽ മാറ്റുക എന്നുള്ളതാണ്. ഉപ്പ് കുറവുള്ള രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ചെയ്യുക, ബോഡി വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുക. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും ബ്ലഡ് പ്രഷർ കുറയുന്നില്ല, കൂടി തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ഏത് സമയത്ത് ബ്ലഡ് പ്രഷർ നോക്കിക്കഴിഞ്ഞാലും മുകളിലത്തെ ബ്ലഡ് പ്രഷർ ആയിട്ടുള്ള സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 140ന്റെ മുകളിലും താഴത്തെ ബ്ലഡ് പ്രഷർ വാല്യൂ ആയിട്ടുള്ള ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 90ന്റെ മുകളിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് മരുന്ന് എഴുതി തരും. ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ്. ഇങ്ങനെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ പല തരത്തിലുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. ഓരോ തരത്തിലുള്ള ബ്ലഡ് പ്രഷറിന്റെ മെഡിസിൻസ് വർക്ക് ചെയ്യുന്നത് വേറെ വേറെ രീതിയിലാണ്. അങ്ങനെ നിങ്ങൾ ബ്ലഡ് പ്രഷറിന്റെ മെഡിസിൻസ് കഴിച്ചു തുടങ്ങിയതിന് ശേഷവും ബ്ലഡ് പ്രഷർ കുറയുന്നില്ലെങ്കിൽ ബ്ലഡ് പ്രഷറിന്റെ മെഡിസിൻ്റെ ഡോസ് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബ്ലഡ് പ്രഷറിന്റെ മെഡിസിൻസ് ആഡ് ചെയ്യണം. US 2009 മുതൽ 2014 വരെ നടത്തിയിട്ടുള്ള ഉയർന്ന ബ്ലഡ് പ്രഷറുള്ള ആൾക്കാരിൽ നോക്കിയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ പറയുന്നത് ഹൈ ബ്ലഡ് പ്രഷറിന്റെ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന വെറും 53% ആൾക്കാർക്ക് മാത്രമേ അത് കൺട്രോൾ ആക്കി നിർത്താൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ബ്ലഡ് പ്രഷറിന്റെ മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, പക്ഷേ എന്നിട്ടും അവരുടെ ബ്ലഡ് പ്രഷർ കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ ബ്ലഡ് പ്രഷറിന്റെ മെഡിസിൻസ് കഴിച്ചിട്ടും ബ്ലഡ് പ്രഷർ കൂടി തന്നെ നിൽക്കുന്നവർക്കാണ് കൂടുതൽ റിസ്ക് വരാൻ ചാൻസ് ഉള്ളത്. ഇങ്ങനെയുള്ളവരെ നമുക്ക് ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയാം. പക്ഷേ ഹൈ റിസ്ക് ഗ്രൂപ്പിൽ ഇവർ മാത്രമല്ല ഉള്ളത്. ഓൾറെഡി ഹാർട്ട് ഡിസീസ് വന്നിട്ടുണ്ട്, ഒരു പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്, ഒരു പ്രാവശ്യം സ്ട്രോക്ക് മുമ്പേ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഉയർന്ന ബ്ലഡ് പ്രഷറിൻ്റെ കൂടെ തന്നെ പ്രമേഹമുണ്ട്, അതും അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അവർക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവരെയും നമുക്ക് ഹൈ റിസ്ക് ഗ്രൂപ്പ് തന്നെ പറയാം. ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പെടുന്ന ഹൈപ്പർ ടെൻഷനുള്ള അധികം ആൾക്കാർക്കും ഒരൊറ്റ തരത്തിലുള്ള ബ്ലഡ് പ്രഷറിന്റെ മെഡിസിനാണ് കഴിക്കുന്നതെങ്കിൽ അത് അവർക്ക് സത്യം പറഞ്ഞാൽ മതിയാവില്ല. ഇതും പലതരത്തിലുള്ള സയന്റിഫിക് സ്റ്റഡീസിൽ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് സ്പോൺസർ ചെയ്തിട്ടുള്ള സ്റ്റഡീസിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയൽസ് നടത്തി കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്ന എല്ലാ സയന്റിഫിക് സ്റ്റഡീസിന്റെയും ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടന്റെ താഴെ കാണാവുന്നതാണ്. ഇതേ സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഹൈ റിസ്ക് ഗ്രൂപ്പിലുള്ള 75% ആൾക്കാർക്കും ഒരൊറ്റ തരത്തിലുള്ള സിംഗിൾ ബ്ലഡ് പ്രഷറിന്റെ മെഡിസിൻ മതിയാവില്ല അവരുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ആക്കി നിർത്താൻ. ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള ബ്ലഡ് പ്രഷറിന്റെ മെഡിസിൻസ് കഴിക്കേണ്ടി വരും. അത് ഒന്നിൽ കൂടുതൽ ടാബ്ലറ്റിന്റെ രൂപത്തിലായിരിക്കില്ല. ഒറ്റ ടാബ്ലറ്റ് തന്നെ കഴിച്ചാൽ മതിയാവും. പക്ഷേ ആ ഒരൊറ്റ ടാബ്ലറ്റിൽ 2 or 3 തരത്തിലുള്ള ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്ന രീതിയിലുള്ള മെഡിസിൻസ് അടങ്ങിയിട്ടുണ്ടാവും. ഇനി ബ്ലഡ് പ്രഷറിന്റെ മെഡിസിൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിൽ വർക്ക് ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ട്. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഉണ്ട്. രക്തക്കുഴലിനെ ചുരുക്കി നിർത്തുന്നതിന് പകരം അതിനെ റിലാക്സ് ചെയ്യിപ്പിച്ച് ഡയലേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ബ്ലഡ് പ്രഷറിന്റെ മെഡിസിൻസ് ഉണ്ട്. ഡയോറിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള വെള്ളത്തിന്റെ അംശം പുറത്തേക്ക് കളഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള മെഡിസിൻസ് വർക്ക് ചെയ്യുന്നത്. കിഡ്നിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള മറ്റു മെഡിസിൻസ് ഉണ്ട്. ACE ഇൻഹിബിറ്റേഴ്സും ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സും ഒക്കെ ഈ വിഭാഗത്തിൽ പെടുന്നതാണ്. ഹാർട്ട് റേറ്റ്, അതായത് ഹൃദയത്തിന്റെ മിടിപ്പിന്റെ സ്പീഡ് കുറച്ചിട്ട് ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കുന്ന രീതിയിലുള്ള മെഡിസിൻസ് ഉണ്ട്. ഇതിന്റെ ഒരു ഉദാഹരണമാണ് ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ രീതിയിലും ബ്ലഡ് പ്രഷറിന്റെ മെഡിസിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പേ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും കാണുക. ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ബ്ലഡ് പ്രഷർ കൂടുതലാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരൊറ്റ തരത്തിലുള്ള ബ്ലഡ് പ്രഷറിന്റെ മെഡിസിൻ ആയിരിക്കും. ഇതിനെ മോണോതെറാപ്പി എന്നാണ് പറയുന്നത്. മോണോ എന്ന് പറഞ്ഞാൽ ഒന്ന്, അതായത് ഒറ്റ തരത്തിലുള്ള ബ്ലഡ് പ്രഷറിന്റെ മെഡിസിൻ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൺട്രോളിലാക്കി നിർത്താൻ ശ്രമിക്കും. ഉയർന്ന ബ്ലഡ് പ്രഷറുള്ള 25% ആൾക്കാർക്ക്, അതായത് 100ൽ 25 പേർക്ക് ഈ മോണോതെറാപ്പി മതിയാവും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈ റിസ്ക് ഗ്രൂപ്പിലുള്ളവർക്ക് ഇത് മതിയാവാറില്ല. അവർക്ക് ബ്ലഡ് പ്രഷർ കൺട്രോളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒന്നിൽ കൂടുതൽ മെഡിസിൻസ് വേണ്ടി വരുന്നതാണ് പുതിയ സ്റ്റഡീസിൽ പറയുന്നത്. നിങ്ങൾ 5 or അതിൽ കൂടുതൽ വർഷമായി ബ്ലഡ് പ്രഷറിന്റെ മെഡിസിൻസ് കഴിക്കുന്നു, എന്നിട്ടും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് മോണോതെറാപ്പി ആണെങ്കിൽ, ഒറ്റ ബ്ലഡ് പ്രഷറിന്റെ മെഡിസിൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ട്രിപ്പിൾ തെറാപ്പി, അതായത് 3 തരത്തിലുള്ള ബ്ലഡ് പ്രഷറിന്റെ മെഡിസിൻസിലേക്ക് മാറുന്നത് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ
എഫക്റ്റീവ്ലി കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പുതിയ സ്റ്റഡീസിൽ പറയുന്നത്. ഇങ്ങനെയുള്ള എല്ലാവർക്കും അവരുടെ ടാർഗറ്റ് ബ്ലഡ് പ്രഷർ എത്തിക്കേണ്ടത് 140ഉം 90ഉമാണ്, അല്ലെങ്കിൽ അതിൻ്റെ താഴേക്കാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടി അധിക ഡോക്ടേഴ്സും റെഫർ ചെയ്യുന്ന ഒരു സംഘടനയാണ് ജോയിന്റ് നാഷണൽ കമ്മിറ്റി ഫോർ ദ പ്രിവെൻഷൻ, ഡിറ്റക്ഷൻ, ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇവരുടെ 7ാമത്തെ റിപ്പോർട്ടിൽ പറയുന്നത് ഹൈ ബ്ലഡ് പ്രഷർ കൺട്രോൾ ആയി നിൽക്കാത്തവർക്കും നേരത്തെ പറഞ്ഞ ഹൈ റിസ്ക് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ ടാർഗറ്റ് ബ്ലഡ് പ്രഷർ എത്തിക്കേണ്ടത് 140ഉം 90ഉമാണ്. അതായത് സിസ്റ്റോളിക് BP 140 അല്ലെങ്കിൽ അതിൻ്റെ താഴെ, ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 90 അല്ലെങ്കിൽ അതിൻ്റെ താഴെ. ആ ടാർഗറ്റ് BPയിലേക്ക് എത്താൻ മോണോതെറാപ്പിനേക്കാളും ഇഫക്റ്റീവ് ആയിട്ടുള്ളത് കോമ്പിനേഷൻ തെറാപ്പിയാണ്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ട്രിപ്പിൾ തെറാപ്പി എന്നാണ് പറയുന്നത്. ഇത് JNC മാത്രമല്ല, യൂറോപ്യൻ സൊസൈറ്റി ഓഫ് ഹൈപ്പർ ടെൻഷനും യൂറോപ്യൻ സൊസൈറ്റി ഓഫ് കാർഡിയോളജിയും ഇന്ത്യയിലുള്ള ICMR പോലും ഇത് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. 100ൽ കൂടുതൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് പ്രഷർ മെഡിസിൻസ് ഉണ്ടായിട്ടും അത് കൃത്യമായിട്ടും ഉപയോഗിക്കാത്തതുകൊണ്ടാണ് അധികം ആൾക്കാരുടെയും ബ്ലഡ് പ്രഷർ ഇങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ട് നിൽക്കുന്നതും ഇത്തരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കാരണം ഉണ്ടാകുന്ന മരണനിരക്ക് കൂടുന്നതും. ഇങ്ങനെയുള്ളവർക്ക് ട്രിപ്പിൾ തെറാപ്പിയാണ് ഏറ്റവും ഇഫക്റ്റീവ് എന്ന് പറഞ്ഞു. പക്ഷെ അധികം ആൾക്കാരും വിചാരിക്കുന്ന പോലെ ടാബ്ലറ്റിന്റെ എണ്ണം കൂട്ടാതെ തന്നെ 3 വിവിധ രീതിയിൽ വർക്ക് ചെയ്യുന്ന ബ്ലഡ് പ്രഷറിന്റെ മെഡിസിൻസ് കഴിക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള മെഡിസിൻസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി ഈ ട്രിപ്പിൾ തെറാപ്പിയിൽ മെയിൻലി ഉപയോഗിക്കുന്നത് 3 വേറെ വേറെ രീതിയിൽ വർക്ക് ചെയ്യുന്ന ബ്ലഡ് പ്രഷറിന്റെ മെഡിസിൻസ് ആണ്. അതിലൊന്നെന്ന് പറയുന്നത് കാൽഷ്യം ചാനൽ ബ്ലോക്കർ ആയിരിക്കും. അതിന്റെ ഉദാഹരണമാണ് ആംലോഡിപ്പിൻ, നിഫിഡിപ്പിൻ, നീമോഡിപ്പിൻ. രണ്ടാമത്തത് ഡയൂററ്റിക്സ് ആയിരിക്കും. അത് തൈയസൈഡ് ഡയൂററ്റിക്സ് ആവാം. മൂന്നാമത്തത് കിഡ്നിയിലുള്ള റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്ററോൺ മെക്കാനിസത്തിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിൻ ആവാം. അതൊന്നിക്കൽ AC ഇൻഹിബിറ്റർ ആവാം, അല്ലെങ്കിൽ ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ആവാം. ഈ പറഞ്ഞ 3 തരത്തിൽ വർക്ക് ചെയ്യുന്ന മെഡിസിൻസിൻ്റെയും ഓരോ തരത്തിലുള്ള ടാബ്ലറ്റ്സ് ഓരോ ദിവസം കഴിക്കേണ്ട ആവശ്യമില്ല. ഇത് 3ഉം കൂടിയും കമ്പൈൻ ചെയ്തിട്ടുള്ള സിംഗിൾ ടാബ്ലറ്റ് രൂപത്തിലുള്ള പ്രിപ്പറേഷൻസും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ മോണോതെറാപ്പിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള മെഡിസിൻസിന്റെ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. എന്നിരുന്നാലും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ ഇത്തരത്തിലുള്ള ട്രിപ്പിൾ തെറാപ്പിയാണ് ഇഫക്റ്റീവ് എന്നാണ് പുതിയ സ്റ്റഡീസിലും ഈ പറഞ്ഞ എല്ലാ സംഘടനകളും പറയുന്നത്. മോണോതെറാപ്പിയിലുള്ള അധിക ബ്ലഡ് പ്രഷർ പേഷ്യൻസിനും ഇങ്ങനെ ട്രിപ്പിൾ തെറാപ്പിയിലേക്ക് മാറ്റുകയാണെങ്കിൽ 2 ആഴ്ചയുടെ ഉള്ളിൽ തന്നെ അവരുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ആവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മോണോതെറാപ്പിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലഡ് പ്രഷർ മെഡിസിന്റെ ഡോസ് കൂടുന്നതിനേക്കാളും 2 തരത്തിലുള്ള ബ്ലഡ് പ്രഷർ മെഡിസിൻസ് ഉപയോഗിക്കുന്നതിനേക്കാളും ഇപ്പൊ പറഞ്ഞ 3 ടൈപ്പിലുള്ള മെഡിസിൻസിന്റെ കോമ്പിനേഷൻ ഉപയോഗിക്കുന്നതാണ് ഇഫക്റ്റീവ് എന്നാണ് പറയുന്നത്. ഇനി എന്തിനാണ് ഇങ്ങനെ ട്രിപ്പിൾ തെറാപ്പിയിലേക്ക് മാറുന്നത് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ട്രിപ്പിൾ തെറാപ്പി ഉപയോഗിച്ച് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ആൾക്കാർക്ക് സർവൈവൽ റേറ്റ് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കാരണം ഉണ്ടാകുന്ന മരണം അതുപോലും കുറച്ചു നിർത്താൻ ഇത് ഇഫക്റ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. ഇത് ഹാർട്ട് അറ്റാക്കിന്റെ നിരക്ക് കുറച്ചിട്ട് മാത്രമല്ല, സ്ട്രോക്കും ഹാർട്ട് ഫെയിലിയർ പോലത്തെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ നിരക്ക് കുറച്ചിട്ടും മരണനിരക്ക് കുറയ്ക്കുന്നതായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. ഇത് പുതുതായി ബ്ലഡ് പ്രഷർ കൂടുതലാണെന്ന് കണ്ടുപിടിച്ചിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങൾ മോണോതെറാപ്പി മെഡിസിൻസ് കഴിച്ചിട്ടും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ആവുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു തരത്തിലുള്ള മെഡിസിനാണോ അതോ ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള BP മെഡിസിൻ ആണോ കഴിക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾ കഴിക്കുന്ന ബ്ലഡ് പ്രഷർ മെഡിസിൻ്റെ പുറകുവശത്തിൽ നോക്കിയാൽ മതി. ഈച്ച് ടാബ്ലറ്റ് കണ്ടെയ്ൻസ് വന്നിട്ട് ഒറ്റ തരത്തിലുള്ള മെഡിസിൻ ആണോ ഒന്നിൽ കൂടുതലാണോ എന്നുള്ളത് അവിടെ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് മോണോതെറാപ്പിയിൽ നിന്നും ട്രിപ്പിൾ തെറാപ്പിയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടേഴ്സുമായിട്ട് ചർച്ച ചെയ്യണം. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള മെഡിസിൻസ് നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു ഡോക്ടറിന്റെ നിർദ്ദേശം ഇല്ലാതെ ചെയ്യരുത്. മോണോതെറാപ്പിയിൽ നിന്നും ട്രിപ്പിൾ തെറാപ്പിയിലേക്ക് മാറുന്ന സമയത്ത് നിങ്ങളുടെ ബെനിഫിറ്റും റിസ്ക്കും നോക്കിയതിന് ശേഷമാണ് ഡോക്ടേഴ്സ് ട്രിപ്പിൾ തെറാപ്പി റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കോഴ്സ്, ഓൺലൈൻ കോഴ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കോഴ്സിൽ സൈനപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. ഈ കോഴ്സിൽ നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണത്തിനുള്ള റെക്കമെൻഡേഷൻസും എക്സസൈസും നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസിൻ്റെ എക്സ്പ്ലനേഷനും, നിങ്ങൾ മറ്റു തരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കഴിക്കുന്ന ബ്ലഡ് പ്രഷറിൻ്റെ മെഡിസിൻ മാറ്റേണ്ട ആവശ്യമുണ്ടോ, എങ്ങനെയാണ് ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യേണ്ടത്, എന്തൊക്കെ ടെസ്റ്റുകൾ ഏതൊക്കെ സമയത്താണ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്. ബ്ലഡ് പ്രഷർ കൺട്രോൾ ആക്കി നിർത്താൻ ഒരു തരത്തിലുള്ള മെഡിസിൻ മതിയോ അതോ മൾട്ടിപ്പിൾ മെഡിസിൻസ് വേണോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ള കാര്യം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഒരു തരത്തിലുള്ള മെഡിസിൻ ആണോ കഴിക്കുന്നത് അതോ മൾട്ടിപ്പിൾ മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ചാനലിലെ മറ്റ് വ്യൂവേഴ്സിനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ബ്ലഡ് പ്രഷറിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഒരു പ്ലേലിസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിലുള്ള എല്ലാ വീഡിയോസും കാണാം. നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.